ത്രിമൂർത്തിശക്തി സംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേത് ലോകാംബികാം സദാ. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ പുലർത്തിപ്പോരുന്നതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം. കേരളത്തിന് ദുർഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി പരശുരാമൻ 4 ദിക്കിലും 4 അംബികാക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി എന്ന് ഐതിഹ്യം പറയുന്നു. വടക്ക് കൊല്ലൂരിൽ മൂകാംബികയും തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയായും കിഴക്ക് പാലക്കാട് ഹേമാംബികയായും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂർ ലോകാംബികയായുമാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. പൗരാണിക കാലത്ത് പരശുരാമ കൽപ്പസൂത്രം ആധാരമാക്കിയിട്ടുള്ള പൂജാവിധാനങ്ങളാണ് നിലനിന്നു വന്നിരുന്നത്. പിന്നീട് കൊടുങ്ങല്ലൂരിൽ ശങ്കരാചാര്യരാണ് ഇപ്പോൾ നടക്കുന്ന അനുഷ്ഠാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ദേശസഞ്ചാരത്തിനിടയ്ക്ക് കൊടുങ്ങല്ലൂരിലെത്തുകയും കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട അഭൗമ തേജസ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ആൽത്തറയിലിരുന്ന് ധ്യാനിച്ചു. ആ ധ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന് ആ ചൈതന്യം പരാശക്തിയുടേതാണ് എന്ന് വെളിപ്പെടുകയും അദ്ദേഹം കയ്യിൽ എന്നും കൊണ്ടു നടക്കാറുള്ള ശ്രീചക്ര മഹാമേരുവിലേക്ക് ആ ചൈതന്യത്തെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ 2 ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം തന്നെയാണ് കൊടുങ്ങല്ലൂരിലെ ലോകാംബിക ക്ഷേത്രം. ഈ ക്ഷേത്രമാകട്ടെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം അതിൻ്റെ താന്ത്രികമായിട്ടുള്ള ചടങ്ങുകളിലും ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ വളരെ വ്യത്യസ്തത പുലർത്തുന്നു. രുരുജിത്ത് എന്ന തന്ത്രശാസ്ത്രത്തിൽ അത്യധികം അപൂർവമായി മാത്രം പ്രതിപാദിക്കപ്പെടുന്ന രുരുജിത്ത് വിധാനത്തിലുള്ളതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം. ശിവൻ കിഴക്കോട്ടും സപ്തമാതൃക്കൾ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ദർശനമായിട്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തിലുള്ളതായിരിക്കും രുരുജിത്ത് വിധാനത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ. ഇങ്ങനെ കേരളത്തിൽ ആകെ 13 ക്ഷേത്രങ്ങളാണുള്ളത്. തെക്കുനിന്ന് പനയനാർക്കാവ് മാന്നാറിനടുത്ത്, പിന്നെ തിരുവല്ലയ്ക്കടുത്ത് മുത്തൂറ്റുകാവ്, കൊടുങ്ങല്ലൂർ കാവ്, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊടിക്കുന്നത്ത് കാവ്, മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് തിരുമാന്താംകുന്നത്ത് കാവ്, കോഴിക്കോട് തിരുവളയനാട് കാവ്, കൊയിലാണ്ടിയിൽ പിഷാരിക്കാവ്, പിന്നീട് തിരുവഞ്ചേരിക്കാവ്, കാളിയാമ്പള്ളിക്കാവ്, മാടായിക്കാവ്, മാമാനിക്കുന്നുകാവ്, മന്നംപുറത്ത് കാവ്, ഇങ്ങനെ 13 ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ള ഈ സമ്പ്രദായത്തിലുള്ളത്. ഇവിടുത്തെ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ പ്രത്യേക തരത്തിലുള്ളതാണ്. ഇവിടെയെല്ലാം ശുദ്ധ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളാണ് നിലനിന്നു വരുന്നിരുന്നത്. എന്നാൽ നിത്യപൂജ അല്ലെങ്കിൽ നിത്യാനുഷ്ഠാനങ്ങളാകട്ടെ അതൊരു പ്രത്യേക തരത്തിലുമായിരിക്കും. അതായത് കൊടുങ്ങല്ലൂരിലുള്ള നിത്യപൂജ അനുഷ്ഠാനം ചാമുണ്ടാദേവിക്കാണ്. ഇതുപോലെ തന്നെ കേരളത്തിലുള്ള ഈ 13 ക്ഷേത്രങ്ങളിൽ അധികവും തന്നെ ചാമുണ്ടാ ഭഗവതിക്ക് നിത്യപൂജയും വർഷത്തിൽ 1 ദിവസമോ 7 ദിവസമോ ആയി ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജാ വിധാനങ്ങളും നടന്നു വരുന്നു. കൊടുങ്ങല്ലൂരിൽ പ്രധാനപ്പെട്ട ഉത്സവാഘോഷമായിട്ട് അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തെക്കുറിച്ചാണ് ആളുകൾ ചോദിക്കുന്നതും പറയുന്നതും. കുംഭമാസത്തിലെ ചെറുഭരണി കൊടികയറി കഴിഞ്ഞ് മീനമാസത്തിലെ അശ്വതി നാളിൽ അശ്വതി പൂജ അല്ലെങ്കിൽ കാവ് പൂകൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ പൂജയോടുകൂടി പൂജ കഴിഞ്ഞ് നട അടച്ചാൽ പിന്നെ 7ാമത്തെ ദിവസം മാത്രമാണ് ഭക്തജനങ്ങൾക്കായിട്ട് ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത്. ഈ ദിവസം നടക്കുന്ന പൂജ അശ്വതി പൂജ എന്ന് പറയുന്നത് ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജയാണ്. പണ്ട് ഈ പൂജ നടന്നിരുന്നത് ഭദ്രകാളിയാമത്തിലായിരുന്നു. അതായത് ഏകദേശം രാത്രി
10 മുതൽ 2 വരെ ഉള്ള സമയത്ത്, അത് ഉദയത്തിനനുസരിച്ച് ആ സമയ മാറ്റവും വരാറുണ്ട്. ഈ പൂജയ്ക്കാകട്ടെ അന്യജന സാന്നിധ്യം പാടില്ല എന്നുള്ളതും അതീവ രഹസ്യമായിട്ട് വേണമെന്നുള്ളതും ഒക്കെയാണ് ഭദ്രകാളി യാമത്തിൽ ആ പൂജ നടന്നിരുന്നത്. ആ പൂജയ്ക്ക് തറവാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന കാരണന്മാർ കൂടി ചേർന്നാണ് ആ പൂജ നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഭരണി നാളിൽ വെളുപ്പിന് വരിയേരി പായസം നിവേദിക്കുന്നു. പിന്നെ തുറന്നുള്ള ദിവസങ്ങളിലൊക്കെ വ്യത്യസ്ത യാമങ്ങളിലാണ് പൂജകൾ നടക്കുന്നത്. അതായത് കൗള തന്ത്രത്തിൽ ഒരു ദിവസത്തെ 6 യാമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ശ്രീ ജ്യേഷ്ഠ, പാർവതി, ദുർഗാ, കാളി, സരസ്വതി എന്നിങ്ങനെ. 6 മണിക്കാണ് ഉദയം എന്നുണ്ടെങ്കിൽ 6 തൊട്ട് 10 വരെ ശ്രീ ഭഗവതിയുടെ യാമവും, 10 മുതൽ 2 വരെ ജ്യേഷ്ഠ ഭഗവതിയുടെ യാമവും, 2 മുതൽ 6 വരെ പാർവതി ദേവിയുടെ യാമവും, 6 മുതൽ 10 വരെ ദുർഗാദേവിയുടെ യാമവും, 10 മുതൽ 2 വരെ കാളി ഭഗവതിയുടെ യാമവും, 2 മുതൽ 6 വരെ സരസ്വതി യാമവും. ഇങ്ങനെ ഈ ഭരണി മഹോത്സവം കഴിഞ്ഞാൽ, അതായത് അശ്വതി പൂജ കഴിഞ്ഞാൽ തുറന്നുള്ള ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വ്യത്യസ്ത യാമങ്ങളിലുള്ള പൂജകളാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് 7ാമത്തെ ദിവസം സരസ്വതി യാമത്തിൽ വീണ്ടും നട തുറന്ന് ഭക്തജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 7 ദിവസത്തെ ശ്രീവിദ്യാസമ്പ്രദായത്തിലുള്ള പൂജകൾ തന്നെയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പരിപാലിച്ചു പോരുന്നത്. 7ാമത്തെ ദിവസം നട തുറക്കുന്ന അന്ന് ദേവിയെ ദർശിക്കുന്നത് ഒരു വർഷത്തെ ദർശന പുണ്യം കൂടിയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തി പോരുന്ന 5 കാര്യങ്ങളിൽപ്പെട്ടതാണ് ആചാര്യ തപസ്സാംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്ര വൃദ്ധിസ്തു പഞ്ചത എന്ന് പ്രമാണം. ഒന്ന് ആചാര്യൻ്റെ തപസ്, അവിടുത്തെ മേൽശാന്തിയുടെ അല്ലെങ്കിൽ തന്ത്രിയുടെയൊക്കെയുള്ള അനുഷ്ഠാനം തപസ്. ആംനായ ജപം, വേദമന്ത്രങ്ങളുടെ ജപം. നിയമം, അതായത് ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എങ്ങനെ പ്രവേശിക്കണം, കുളിച്ച് ശുദ്ധമായിട്ട്, അല്ലെങ്കിൽ ഷർട്ട് ഇടാതെ, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഡ്രസ് കോഡോടുകൂടി എങ്ങനെ പ്രദർശനം വയ്ക്കണം, ഇങ്ങനെ ചില നിയമങ്ങൾ. പിന്നീടുള്ളത് ഉത്സവത്തിൻ്റെ പ്രാധാന്യം ഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഉത്സവം. അത് കഴിഞ്ഞ് വരുന്ന ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം പ്രസാദകൂട്ട് അല്ലെങ്കിൽ അന്നദാനം. ഇത്തരം 5 കാര്യങ്ങളാണ് ഒരു ക്ഷേത്രത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. എന്നാൽ ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇതെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോ ഭക്തനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് ക്ഷേത്രത്തിനകത്താകട്ടെ ക്ഷേത്രത്തിന് പുറത്താകട്ടെ നമുക്ക് മിക്ക ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയുക. ഇതിനെല്ലാം ഒരു മാറ്റം നമുക്ക് വരുത്തണം. കാരണം ക്ഷേത്ര ചൈതന്യം നിലനിൽക്കുന്നതിന് ക്ഷേത്ര പരിസരം തന്നെ വളരെ ശുചിയായും വൃത്തിയായും നമ്മൾ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഓരോ ക്ഷേത്രത്തിലുള്ള പ്രധാനപ്പെട്ട പല വഴിപാടുകളും അത് ആ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ അവിടുത്തെ സംഗതികൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണോ നടപ്പാക്കുന്നത് എല്ലാം ഓരോ ഭക്തനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വഴിപാടുകളെല്ലാം അത് ക്ഷേത്ര ചൈതന്യത്തിന് ലോപമുണ്ടാക്കുന്നതാണോ എന്നെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ വഴിപാടുകളും നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പലതരത്തിലുള്ള വഴിപാടുകൾ ഇപ്പോൾ പല ക്ഷേത്രത്തിലും, പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രത്തിലും കാണാം. കാരണം ദേവസ്വം ബോർഡിൽ പറയാനുള്ളത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം വരുമാനം കൊണ്ട് വേണം മറ്റുള്ള ചെറുവക ക്ഷേത്രങ്ങളിലെല്ലാം പരിപാലിച്ചു പോകേണ്ടത്, അതുകൊണ്ട് വരുമാനം കൂടിയേ തീരൂ എന്നുള്ളത് അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്തായാലും ഓരോ ക്ഷേത്രത്തിനും അനുയോജ്യമായിട്ടുള്ള വഴിപാടുകൾ മാത്രമേ അവിടെ നടത്താവൂ. അത് ആ ദേവഹിതം നോക്കി മാത്രം ചിന്തിച്ച് നടപ്പാക്കേണ്ടതുമാണ്.
പിന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ഉത്തരായണം ആരംഭിക്കുന്ന മകര സംക്രമം മുതൽ ഉള്ള 5 ദിവസത്തെ താലപ്പൊലി മഹോത്സവമാണ്. രാവിലെയും രാത്രിയും 9 ആനകളോട് കൂടിയിട്ടുള്ള ഈ എഴുന്നള്ളിപ്പ് വാദ്യമേളങ്ങളോടെ പഞ്ചവാദ്യം അല്ലെങ്കിൽ പഞ്ചാരി മേളം തുടങ്ങിയിട്ടുള്ള മേളങ്ങളുടെയൊക്കെ എല്ലാം ആഘോഷിക്കുന്ന താലപ്പൊലി മഹോത്സവമാണ് പ്രധാനപ്പെട്ട ഒരു ഉത്സവം. പിന്നീട് നവരാത്രി ആഘോഷം, തൃക്കാർത്തിക ആഘോഷം തുടങ്ങിയിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും